പ്രധാനപ്പെട്ട ഒരു ശുപാർശകളും 2025 പ്രധാന എക്സാമുകൾക്ക് നടപ്പാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇനി അതിനുള്ള സമയം അവശേഷിക്കുന്നില്ല. എന്നാൽ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ കാര്യങ്ങൾ, അതിൻ്റെ യാതൊരു തരത്തിലും ഒരു ക്വസ്റ്റ്യൻ ലീക്കേജിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസിയെക്കുറിച്ചോ ഒക്കെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നീറ്റ് എക്സാം നടക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം NTA നടത്തുന്നുമുണ്ട്. 2025 നീറ്റ് എക്സാമിൻ്റെ തീയതി, അത് നടക്കാനുള്ള ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്ലോഡ് ചെയ്ത ഇമേജുകൾ, ഫോട്ടോ, സിഗ്നേച്ചർ, 10 വിരലുകളുടെയും ഇംപ്രഷൻ, അതുപോലെ സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ളത് അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ മാറ്റാൻ ഒരിക്കലും അനുവദിക്കാറില്ല. അപ്ലോഡ് ചെയ്തതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ NTA നമ്മളെ അറിയിക്കും മാറ്റാനായിട്ട്. അങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ദിവസം നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തു, നമുക്ക് ആ കറക്ഷൻ സമയത്ത് പറയുക അത് മാറിപ്പോയി അല്ലെങ്കിൽ അത് മാറ്റണം എന്ന് പറയാൻ ഒരിക്കലും നടക്കില്ല. അപ്ലോഡ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ, മാറ്റാൻ നമുക്കാവില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കേരളയുടെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഫെബ്രുവരിയോ മാർച്ചോ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ എല്ലാ അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പം പുതിയതായിട്ട് ആപ്ലിക്കേഷൻ സമയം കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ 1-2 ദിവസമേ കിട്ടുകയുള്ളൂ. നമ്മളെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിരിക്കണം. അതൊക്കെ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതിൽ, നേറ്റിവിറ്റിയൊക്കെ പ്രൂഫ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്യാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളവും കേരളത്തിൻ്റെ മെഡിക്കലിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാണ്. ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിൻ്റെ 127ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ. ഒരുപാട് സ്വപ്നങ്ങളോടെ, പ്രതീക്ഷകളോടെ എല്ലാം നമ്മൾ പുതുവർഷത്തെ വരവേറ്റിരിക്കുകയാണ്. 2025 പ്രവേശിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രേക്ഷകരുള്ളൊരു പ്രോഗ്രാമാണ് ശിവൻ സാറിനൊപ്പം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2025 എൻട്രൻസ് എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് എടുത്തു പറയുകയാണെങ്കിൽ നീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന കാര്യങ്ങൾ ആധികാരികമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഈ പ്രോഗ്രാമിനെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നും ഞങ്ങൾക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ശിവൻ സാർ, നമ്മുടെ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നത് 2025 ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണ് നീറ്റുമായി ബന്ധം? മെഡിക്കൽ അല്ലെങ്കിൽ ഒരു MBBS സ്വപ്നവുമായിട്ട് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അവരുടെ ഒരു വഴികാട്ടിയാകുക എന്നുള്ളത് തന്നെയാണ് ബുർലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യം. കാരണം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതിനപ്പുറത്ത് അവരാഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ അതേതുമാകാം. അപ്പം മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇന്ത്യയിൽ എത്രത്തോളം പ്രൊഫഷണൽ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. മെഡിക്കൽ, എൻജിനീയറിങ്, റിസർച്ച്, പ്യുവർ സയൻസ്, അതുപോലുള്ള ഏതെങ്കിലും ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ മേഖലയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പരീക്ഷ, അതിനുശേഷമുള്ള പ്രവേശന നടപടികൾ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നീറ്റ് 2025 ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ, ഒന്ന് നമുക്കറിയാം, 2024 സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാരാളം ശുപാർശകൾ എന്തൊക്കെയാണ് നീറ്റിന് നടപ്പാക്കേണ്ടതെന്നുള്ളത് സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ചർച്ച ചെയ്ത ഒരു സമയമാണ് കഴിഞ്ഞു പോയത്. അതിൽ ധാരാളം, ഏതാണ്ട് 101ഓളം നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഏതൊക്കെയാണ് നടപ്പാക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് നടപ്പാക്കുന്നതെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കേണ്ടിയിരുന്നത്. അപ്പം അതനുസരിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സമിതിയുടെ എല്ലാ ശുപാർശകളും തന്നെ നമുക്ക് നടപ്പിലാക്കേണ്ടതാണ്. പക്ഷേ അതിന് സമയപരിധി ആവശ്യമാണ്. നമുക്ക് ഏതാണ്ട് 6 മാസത്തോളം സമയം വേണം. ഇത് ഏതൊക്കെ നടപ്പിലാക്കണം, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ വർഷമാണ് നടപ്പാക്കേണ്ടതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ളതൊരു 6 മാസ സമയമാണ് ചോദിച്ചത്. പക്ഷേ നമുക്കറിയാം, ജൂൺ ജൂലൈ സമയങ്ങളിൽ കോടതി അവധിയായതുകൊണ്ടും അവധിക്കാല ബെഞ്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാറില്ലാത്തതുകൊണ്ട് ഏപ്രിലിൽ തന്നെ ലിസ്റ്റ് ചെയ്യണം ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ നീറ്റിനാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഏപ്രിലിൽ തന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു ശുപാർശകളും 2025 പ്രധാന എക്സാമുകൾക്ക് നടപ്പാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇനി അതിനുള്ള സമയം അവശേഷിക്കുന്നില്ല. എന്നാൽ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ കാര്യങ്ങൾ, അതിൻ്റെ യാതൊരു തരത്തിലും ഒരു ക്വസ്റ്റ്യൻ ലീക്കേജിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസിയെക്കുറിച്ചോ ഒക്കെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നീറ്റ് എക്സാം നടക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം NTA നടത്തുന്നുമുണ്ട്. അതല്ലാത്ത പരിഗണിക്കേണ്ട കാര്യങ്ങളെല്ലാം 2026 27 ഒക്കെ ആയിരിക്കും നടപ്പാക്കുക എന്നുള്ള സൂചനയാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഓൺലൈൻ മോഡിലേക്ക് എക്സാം മാറാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല.
അപ്പം 2025 നീറ്റ് എക്സാമിൻ്റെ തീയതി, അത് നടക്കാനുള്ള ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു OMRൽ ബബിൾ ചെയ്ത് തന്നെയുള്ള ഒരു ഓഫ്ലൈൻ രീതിയിലുള്ള എക്സാം തന്നെയാണ് നമ്മൾ നേരത്തെ ഈ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. തന്നെയാണ് ആ 2024 പോലെ തന്നെ ഒരു 25-ലൊരു പരീക്ഷയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രിൻറ്റിങ്ങും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒഴിവാക്കുകയും എക്സാം സെൻറ്ററുകളിൽ തന്നെ ഇത് പ്രിൻ്റ് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പറ്റുമോ എന്നുള്ളതാണ് ഈ ആഴ്ച അവർ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. കാരണം CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അന്ന് രാവിലെ അത് ഓപ്പൺ ചെയ്യുകയും എക്സാം സെൻറ്ററിൽ തന്നെ അത് പ്രിൻറ്റ് ചെയ്യുകയും, അപ്പം അതിനകത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ കുട്ടിയുടെയും റോൾ നമ്പറും ഒക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് OMRും പ്രിൻറ്റ് ചെയ്തെടുക്കും. അങ്ങനെ എക്സാം സെൻറ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റ് ചെയ്യും. അത് ധാരാളം പരീക്ഷകൾക്ക് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചെറിയ ചെറിയ പരീക്ഷകൾക്കാണ്. 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതേണ്ട ഒരു പരീക്ഷയ്ക്ക് അത് പ്രാവർത്തികമാണോ എന്നൊക്കെ ഉള്ളത് അവർ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്താണെങ്കിലും അത് പലയിടത്തും നടക്കുന്നുണ്ട്. അത് എക്സാം സെൻറ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റ് ചെയ്യുന്ന PPT മെത്തേഡിൽ പ്രിൻറ്റ് ചെയ്യുന്ന കുട്ടിയുടെ റോൾ നമ്പർ അടക്കം എൻക്രിപ്റ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുകയും OMRും പ്രിൻറ്റ് ചെയ്യുകയും പരീക്ഷ കഴിയുമ്പോൾ തന്നെ ആ OMR എക്സാം സെൻറ്ററിൽ നിന്ന് തന്നെ സ്കാൻ ചെയ്ത് NDAയിൽ എത്തിക്കുകയും ചെയ്യേണ്ട ശുപാർശയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പരിഗണിക്കുന്നത്. അപ്പം OMRൽ തന്നെ ഇതുവരെ പരിശീലിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു മോഡ് മാറ്റം ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. OMRൽ തന്നെ ഓഫ്ലൈൻ രീതിയിലുള്ള പരീക്ഷ തന്നെയായിരിക്കും നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇനിയും മാറ്റങ്ങളൊക്കെ വരാം. ഇനിയും ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം neet.nta.nic.in എന്ന വെബ്സൈറ്റാണ് ഈ വർഷം ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ട് ഉപകരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം exams.nta.ac.in/neet എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നതെങ്കിൽ ഈ പ്രാവശ്യത്തെ നീറ്റിൻ്റെ ഔദ്യോഗിക വെബ് പോർട്ടൽ വന്നിട്ടുണ്ട്. അതിനകത്ത് സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അടക്കമുള്ള ബാക്കിയുള്ള അപ്ഡേഷൻസാണ് വരാനായിട്ടുള്ളത്. അത്രയുമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ. ഇനി ഈ ആഴ്ച അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, എക്സാമിൻ്റെ ഡേറ്റ്, ഇപ്പം ഇങ്ങനെ PPT ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാം എപ്പോൾ നടത്താൻ സാധിക്കും, അതല്ല ഇനി ക്വസ്റ്റ്യൻ പ്രിൻറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ നടത്താൻ പറ്റും, അത് എന്നായിരിക്കും യഥാർത്ഥത്തിൽ എക്സാം ഡേറ്റ്, ഏത് മോഡിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ ആഴ്ച തന്നെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ആപ്ലിക്കേഷൻ എന്താണെങ്കിലും, ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്താണെങ്കിലും ഫെബ്രുവരി ആദ്യം തന്നെ ആരംഭിക്കുകയും ചെയ്യും. സർ, അതുപോലെ തന്നെ ഏറ്റവും പുതിയ വെബ് പോർട്ടൽ നിലവിൽ വന്നു എന്നുള്ള കാര്യം. അതെ, neet.nta.nic.in എന്ന വെബ്സൈറ്റാണ് ഈ വർഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചെയ്യേണ്ടത് അറിയാൻ സാധിക്കുക? നമുക്കറിയാം, നമ്മൾ ഈ എപ്പിസോഡുകളിൽ എപ്പോഴും പറയുന്നത് നീറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ MBBSൻ്റെയും BDSൻ്റെയും പ്രവേശനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരീക്ഷയും അതിൻ്റെ ആപ്ലിക്കേഷന്, അതിൻ്റെ റാങ്ക് ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനും അതനുസരിച്ചുള്ള ബാക്കിയുള്ള നടപടികളുമാണ് ഈ വെബ് പോർട്ടൽ വഴി നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം എന്നാണ് എക്സാം നടക്കുന്നത്, അത് ഏത് മോഡിലായിരിക്കും എന്നൊക്കെയുള്ളതിൻ്റെ ഇപ്പോൾ ഓൾറെഡി സിലബസ് വന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആ സൈറ്റിൽ വരും. അതിനുശേഷം ഫെബ്രുവരി 1-ാം തീയതിയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നതെങ്കിൽ ആ ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള രജിസ്ട്രേഷൻ വിൻഡോ അതിനകത്ത് ഓപ്പൺ ആകും. അതുവഴിയാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഒരു 3 ആഴ്ചക്കാലം അല്ല 1 മാസക്കാല സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷയ്ക്കായിട്ട് സൗകര്യം ഉണ്ടായിരിക്കുക. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, നീറ്റ് 2025 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അതിനകത്ത് നിന്ന് ലഭിക്കും. അതുപോലെ അപ്പോൾ നമുക്ക് റിസർവേഷനെ സംബന്ധിച്ച്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതികളെ സംബന്ധിച്ച്, മാർക്കിംഗ് സ്കീമുകളെക്കുറിച്ച്, റാങ്ക് ലിസ്റ്റുകളെക്കുറിച്ച്, റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ, PWD റിസർവേഷൻ്റെ കാര്യങ്ങൾ, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വിവിധ സ്റ്റെപ്പുകൾ, അങ്ങനെയുള്ള എല്ലാ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പരീക്ഷ സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ആ സൈറ്റ് വഴി neet.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഫെബ്രുവരിയിൽ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്ഷൻ ഡേറ്റ്, അപ്പോൾ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറേയധികം തെറ്റുകൾ വരും. നമ്മുടെ പേരോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, മാർക്ക്, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് തെറ്റുകൾ വരാമല്ലോ. അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്സ് അതൊരിക്കലും NTA പരിശോധിച്ചിട്ടല്ല. NTA അതൊന്നും പരിശോധിക്കുന്നില്ല. പക്ഷേ നമുക്ക് തന്നെ മനസ്സിലായി ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ, പേയ്മെൻറ്റൊക്കെ അടച്ച് കൺഫർമേഷൻ പേജ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട്. അത് വളരെ കുറച്ച് ശതമാനം വരുള്ളൂ. ഒരു 5-10% കുട്ടികൾക്ക് സാധാരണ വരാറുള്ളൂ 25 ലക്ഷത്തിനകത്ത്. അങ്ങനെ
ഏതെങ്കിലും തരത്തിൽ നമ്മളായിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പോൾ വന്നിരിക്കുന്ന തെറ്റുകൾ തിരുത്താനായിട്ടുണ്ടെങ്കിൽ അതിന് ഏതാണ്ട് ഒരാഴ്ചക്കാലം സമയം തരും ഇതിന് ശേഷം, ഓൺലൈൻ അപ്ലൈ ചെയ്തതിന് ശേഷം. പക്ഷേ അപ്ലോഡ് ചെയ്ത ഇമേജുകൾ, ഫോട്ടോ, സിഗ്നേച്ചർ, 10 വിരലുകളുടെയും ഇംപ്രഷൻ, അതുപോലെ സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ളത് അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ മാറ്റാൻ ഒരിക്കലും അനുവദിക്കാറില്ല. അപ്ലോഡ് ചെയ്തതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ NTA നമ്മളെ അറിയിക്കും മാറ്റാനായിട്ട്. അങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ദിവസം നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തു, നമുക്ക് ആ കറക്ഷൻ സമയത്ത് പറയുക അത് മാറിപ്പോയി അല്ലെങ്കിൽ അത് മാറ്റണം എന്ന് പറയാൻ ഒരിക്കലും നടക്കില്ല. അപ്ലോഡ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ, മാറ്റാൻ നമുക്കാവില്ല. അതല്ലാത്ത നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള സാവകാശം തരും. അത് ഈ വെബ് പോർട്ടൽ വഴിയാണ് നമുക്ക് സാവകാശം കിട്ടുന്നത്, ഇതുവഴി തന്നെയാണ്. അതിനുശേഷം ഇപ്പം മെയ് 4 ആണ് എക്സാമെങ്കിൽ ഏതാണ്ട് ഏപ്രിൽ 15 എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ്, അതായത് നമ്മൾ 4 ചോയ്സാണ് കൊടുക്കേണ്ടത് എക്സാം സിറ്റിക്ക്. ഇന്ത്യക്കകത്ത് ഏതാണ്ട് 600ഓളം എക്സാം സെൻറ്ററുകൾ, ഇന്ത്യക്ക് പുറത്ത് ഏതാണ്ട് 14ഓളം എക്സാം സിറ്റികളുണ്ട്. അപ്പോൾ ആ ഒരു ജില്ലയാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അതിനകത്ത് ഏത് സ്കൂളിൽ വെച്ചാണെന്നുള്ളതല്ല, ഏത് ജില്ലയിൽ വെച്ചാണ് എക്സാം നടക്കുന്നതെന്നുള്ളത് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഏപ്രിൽ 15 വരും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റായിരുന്നു, അങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്നറിയാം. പരീക്ഷ മെയ് 4 ആണെങ്കിൽ മെയ് 1 2 മാത്രമേ അഡ്മിറ്റ് കാർഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റും അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതും ഇതേ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നു, അതിനകത്ത് നമ്മൾ ഫോട്ടോ ഒട്ടിക്കുന്നു, വലിയ ഫോട്ടോ ഒട്ടിക്കുന്നു, അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എക്സാമിനായിട്ട് പോകുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപ്പം എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതും നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 3 ആഴ്ചക്കാലത്തോളം സമയം നമ്മുടെ ഈ OMR എല്ലാവരും റീഡ് ചെയ്യുക, NTA റീഡ് ചെയ്യുന്നു. 3 ആഴ്ചക്കാലം കഴിയുമ്പം ഓരോ കുട്ടിയും OMR ബബിൾ ചെയ്ത് നമുക്ക് ഈ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എഴുതിയതിൻ്റെ ആൻസർ ഷീറ്റ് എനിക്ക് തന്നെ കാണാം, കാരണം പിന്നീടൊരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനായിട്ട്, ഒരു പരാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഈ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. അതിനകത്ത് എന്തെങ്കിലും ഒരു അപാകതയുണ്ട്, ഇപ്പം ഞാൻ എഴുതിയ ആൻസർ 180 എണ്ണം മാർക്ക് ചെയ്തിരുന്നു, അത് ഏത് രീതിയിലാണ് സ്കാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ റെസ്പോൺസ് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ OMR കാണാം, ആ OMRൽ നമ്മൾ ബബിൾ ചെയ്തിരിക്കുന്നത് അവർ റീഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഏതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അതും നമ്മളെ കാണിച്ചു തരും. നമുക്ക് എന്തെങ്കിലും ക്ലെയിം ഉണ്ട്, ഞാൻ 10ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് 2 മാർക്ക് ചെയ്തിരുന്നു, 2ാമത്തെ ചോയ്സ് മാർക്ക് ചെയ്തിരുന്നു, പക്ഷേ അത് റീഡ് ചെയ്തിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ഞാൻ 160 എണ്ണം മാർക്ക് ചെയ്തിരുന്നു, പക്ഷേ അത് റെസ്പോൺസ് നോക്കിയപ്പോൾ 152 എണ്ണേ ഉള്ളൂ, ബാക്കി റീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി OMRലുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ അവസരം കിട്ടും. അതും ഈ വെബ്സൈറ്റ് വഴി തന്നെയാണ്. അതിനുശേഷം ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ഈ 180 ചോദ്യങ്ങളുടെയും ഉത്തരം എന്താണെന്നുള്ളത് ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതിലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതും വിദ്യാർത്ഥികൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പരീക്ഷ കഴിഞ്ഞിട്ട് 3 ആഴ്ചക്കാലം സമയം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം വീണ്ടും ഏതാണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് 1 മാസത്തിനകം ഇതിൻ്റെ ഒറിജിനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ആ റിസൾട്ടിനകത്ത് നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് അറിയാം, നമ്മളുടെ കാറ്റഗറി റാങ്ക് അറിയാം, നമ്മളുടെ പേഴ്സൻറ്റേജ്, ഓരോ സബ്ജക്റ്റിൻ്റെയും പേഴ്സൻറ്റേജ് സ്കോർ അറിയാം, ടോട്ടൽ സ്കോർ അറിയാം, ഈ വർഷത്തെ കട്ട് ഓഫ്, ജനറൽ വിഭാഗത്തിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, OBCയുടെ കട്ട് ഓഫ് എത്രയാണ്, EWS, PWD, SC ST അതിൻ്റെയൊക്കെ കട്ട് ഓഫ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സ്കോർ കാർഡിൽ നിന്ന് ലഭിക്കും. അതാണ് ഈ വെബ്സൈറ്റ് വഴി ലഭിക്കുന്ന അവസാനത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് ഈ വെബ് പോർട്ടൽ ഉപയോഗിക്കുന്നത്. ഇതുവഴി നമുക്ക് സീറ്റ് അലോട്ട്മെൻ്റ് ഒന്നുമില്ല, നമ്മുടെ സീറ്റ് അലോക്കേഷനെ കുറിച്ച് ഓപ്ഷൻ കൊടുക്കേണ്ട അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റാണ്. പരീക്ഷാ നടത്തിപ്പും പരീക്ഷയുടെ ഫലപ്രഖ്യാപനവും മാത്രമാണ് NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് വഴി ഇപ്പം വന്നിരിക്കുന്ന ഈ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ. സർ, കേരള എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഏപ്രിൽ 20 ആണല്ലോ? അതെ, ഈ വർഷം ഓൺലൈൻ എക്സാമാണ്. കഴിഞ്ഞ വർഷം ഓൺലൈൻ എക്സാമാണ്. കേരള എഞ്ചിനീയറിംഗ് ഏപ്രിൽ 24 മുതലുള്ള ദിവസങ്ങളിലാണ് ഓൺലൈനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടനടി വരാനുള്ള സാധ്യത? തീർച്ചയായിട്ടും. അതിൻ്റെ പ്രോസ്പെക്ടസ് ഈ ജനുവരിയിൽ തന്നെ അത് അംഗീകാരം നൽകും. ഏതാണ്ട് ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. അതെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ കേരള മെഡിക്കലിലും അപ്ലൈ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്, അതെങ്ങനെ പരിഹരിക്കും? ഇപ്പം NEET 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരുപക്ഷെ ആ സമയത്ത് വന്നില്ലെങ്കിൽ പോലും കീം 2025 അപ്ലൈ ചെയ്യേണ്ട സമയത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാവരും കേരളയുടെ സൈറ്റിൽ
സൈറ്റിലും അപ്ലൈ ചെയ്തിരിക്കണം. കാരണം കേരളയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ എന്ന കോഴ്സ് സെലക്ട് ചെയ്താൽ മാത്രം മതി. അവിടെ നമ്മൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടില്ല ആദ്യത്തെ സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എന്നാൽ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ട് നമ്മൾ കേരളയുടെ സൈറ്റിൽ കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ഇത് രണ്ട് കാര്യമുണ്ട്. കീം 2025 അപ്ലൈ ചെയ്യുമ്പോൾ MBBSനും BDSലും കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കീം 2025 നിർബന്ധമായിട്ടും അപേക്ഷിച്ചിരിക്കണം. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് എന്നാണ് അതിൻ്റെ പേര് തന്നെ. ആ കോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കണം. ചിലപ്പോൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. എന്നാലും അവർ കീം ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ എന്ന് സെലക്ട് ചെയ്ത് അതിന് അപ്ലൈ ചെയ്തിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതേ ആപ്ലിക്കേഷനിൽ തന്നെയാണ് എൻജിനീയറിങ്, BPharm, ആർക്കിടെക്ചർ 4 കോഴ്സുകൾക്കാണ് കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. അപ്പം മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം തന്നെ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പം മെഡിക്കലിന് പ്രത്യേകിച്ച് പരീക്ഷയൊന്നും കേരളത്തിലില്ല, നീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ കീം ഈ ഒരു എൻജിനീയറിങ്ങിന് അല്ലെ BPharmനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കേണ്ട എല്ലാ ഘട്ടങ്ങളിലൂടെയും ഈ മെഡിക്കലുകാരാണെങ്കിലും കടന്നു പോകണം. കാരണം കേരളത്തിൻ്റെ നേറ്റിവിറ്റി തെളിയിക്കണം, റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം, NRI ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, എക്സ് സർവീസ്മെൻ, സ്പോർട്സ് കോട്ട, മൈനോറിറ്റി കോട്ട, ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി, അങ്ങനെയുള്ള കീം 2025 എല്ലാ നടപടികളിലൂടെയും ഒരു ഫെബ്രുവരി പകുതിയോടുകൂടി മെഡിക്കൽ വിദ്യാർത്ഥികളും കടന്നു പോകണം. ഓൺലൈൻ അപ്ലൈ ചെയ്യണം. 3 ആഴ്ചക്കാലമായിരിക്കും കേരളയുടെ അപ്ലൈ ചെയ്യുന്ന സമയം. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം അതിന് പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്ഷൻ ഇല്ല. ഇപ്പം നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺലൈൻ ആപ്ലിക്കേഷൻ തീർന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ച നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് തിരുത്താനുള്ള അവസരം തരുമെന്ന് പറഞ്ഞു നീറ്റിന്. പക്ഷേ കേരളയ്ക്ക് കീം 2025 CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് നമുക്കായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ അവസരം തരില്ല. പകരം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്യും. നമ്മൾ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, NRI സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം സർട്ടിഫിക്കറ്റുകൾ നമ്മൾ വേണ്ടവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമ്മളോട് പറയും അത് മാറ്റി ചെയ്യാൻ. ചിലപ്പോൾ പേരിന് കറക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്ന ആ പേരിന് കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇമെയിൽ വഴി വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർ പറയും അത് മാറ്റാൻ പറയും. ഡേറ്റ് ഓഫ് ബർത്തിന് കറക്ഷൻ ഉണ്ടെങ്കിൽ അവർ പറയും മാറ്റാനായിട്ട് പറയും. അപ്പം നമുക്കത് മാറ്റാൻ പറ്റും. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുസരിച്ച് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് അവർ കണ്ടുപിടിച്ചിട്ട് നമ്മളോട് മാറ്റാൻ പറയുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റാൻ അനുവദിക്കുകയുള്ളൂ. അത് 3 ആഴ്ചക്കാലം ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് കേരള എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ല കേരള BPharm ഇതിന് രണ്ടിനും കേരളത്തിൽ പരീക്ഷയുണ്ട്. കേരള എഞ്ചിനീയറിങ്ങിനും കേരള BPharmനും കേരളത്തിൽ പരീക്ഷയുണ്ട് 24-ാം തീയതി ഓൺലൈനായിട്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് കേരളയുടെ സൈറ്റിൽ വരും. എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതാം, BPharmൻ്റെ പരീക്ഷ എഴുതാം. അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും പരീക്ഷ എഴുതിയതിൻ്റെ സ്കോറ് കേരളയുടെ സൈറ്റിൽ വരും. പരീക്ഷ എഴുതുമ്പോൾ 300 മാർക്കിൽ കിട്ടുന്നതിൻ്റെ മാർക്ക് എത്രയാണെന്ന് നമുക്ക് കേരളയുടെ സൈറ്റ് വഴി അറിയാം. അത് കഴിഞ്ഞിട്ട് +2 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം കേരള എഞ്ചിനീയറിങ്ങിന് +2 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾ +2 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം മെഡിക്കലുകാർ വേണോ? വേണ്ട. കാരണം മെഡിക്കലിൽ +2 മാർക്കിന് മിനിമം 50% മാർക്ക് ഉണ്ടാകണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ കേരളയുടെ സൈറ്റിൽ പ്രത്യേകിച്ച് +2 മാർക്കൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അപേക്ഷിക്കുന്ന സമയത്ത് പോലും +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ചോദിച്ചിട്ടില്ല. 10th മാർക്ക് ലിസ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേരളയ്ക്ക്. അപ്പം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ +2 മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. +2 മാർക്കും എൻട്രൻസിൻ്റെ മാർക്കും കൂടെ കൂടിയിട്ട് കേരള എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് വരുന്നു. കേരളത്തിൻ്റെ പരീക്ഷയ്ക്കകത്ത് എഴുതിയ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് മാത്രം കൂട്ടിയിട്ട് BPharmൻ്റെ റാങ്ക് വരുന്നു. ആർക്കിടെക്ചറുകാർ പരീക്ഷ എഴുതുന്നത് നേറ്റയുടെ പരീക്ഷ എഴുതുന്നവർ ഏപ്രിൽ മുതൽ നേറ്റയുടെ പരീക്ഷ ആരംഭിക്കും. ആ സ്കോർ കാർഡ് കേരളയുടെ സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുത്ത് അവർ +2 മാർക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കേരള ആർക്കിടെക്ചറിൻ്റെ റാങ്ക് വരും. അപ്പോൾ ഈ 4 കോഴ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് ഏതിലൊക്കെയാണോ ചേരാൻ താല്പര്യം, MBBS BDSന് മാത്രമേ പോകുന്നുള്ളൂ. എന്താണെങ്കിലും ഈ വർഷം ഞാൻ അതിനെ പോകുന്നുള്ളൂ. കേരള മെഡിക്കലിൽ നിന്ന് മാത്രം കൊടുത്താൽ മതി. പരീക്ഷ ഒന്നും എഴുതേണ്ടതായിട്ടില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഫോർമാറ്റും കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ കോഴ്സ് സെലക്ട് ചെയ്യുന്നിടത്ത് മെഡിക്കലിൽ നിന്ന് മാത്രം മതി.
MBBSും BDSും അല്ല, എനിക്ക് അഗ്രികൾച്ചറും വെറ്റിനറി ആയുർവേദം ഒക്കെ വേണം. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് ഒന്ന് മാത്രം കൊടുത്താൽ മതി. രണ്ടിനും ഒറ്റ കോഴ്സ് തന്നെയാണ്, ഒറ്റ കോഴ്സേ ഉള്ളൂ. അത് സെലക്ട് ചെയ്താൽ ഇതെല്ലാം കിട്ടും. 13 കോഴ്സുകൾക്കും കിട്ടും. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം അങ്ങനെയുള്ളതെല്ലാം കിട്ടും. പരീക്ഷയൊന്നും എഴുതണ്ട, ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി. എഞ്ചിനീയറിംഗ് കിട്ടും. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി തോന്നി എനിക്ക് എഞ്ചിനീയറിങ്ങിനും താല്പര്യമുണ്ട്, കാരണം എല്ലാത്തിനും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഏതാണോ അതിനാണല്ലോ ചേരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും മെഡിക്കലിൽ നിന്ന് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എഞ്ചിനീയറിംഗിനും കൂടെ കൊടുക്കാം, B.Pharm കൊടുക്കാം. ഇനി ആർക്കിടെക്ചർ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കിടെക്ചറിന് കൊടുക്കാം. പരീക്ഷ എഴുതേണ്ടത് നേറ്റയുടെ പരീക്ഷ എഴുതണം, എന്നിട്ട് ആ സ്കോർ ഇവിടെ ആഡ് ചെയ്യണം. ഇങ്ങനെയെല്ലാം വന്ന് വിവിധ റാങ്ക് ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ജൂലൈ മാസത്തോടുകൂടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ നമുക്ക് താല്പര്യമുള്ള എന്താണോ അതിനൊക്കെ MBBSനോ BDSനോ അഗ്രികൾച്ചറോ എഞ്ചിനീയറിങ്ങോ B.Pharm ഒക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഓപ്ഷൻ കൊടുത്ത് കോളേജുകളിൽ പ്രവേശനം നേടാം. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും കീം 2025 ആപ്ലിക്കേഷൻ എന്താണെങ്കിലും ഫെബ്രുവരി പകുതിയോടുകൂടി വിളിക്കും. മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്ന് വിചാരിച്ച് അപേക്ഷിക്കാതിരിക്കരുത്. എല്ലാവരും നിർബന്ധമായിട്ടും മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യണം. സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യണം. റെഗുലറായിട്ട് കേരളയുടെ വെബ്സൈറ്റ് നോക്കുകയും ചെയ്യണം. എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപാകത ഉണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കുകയും അത് മാറ്റാൻ സമയം തരികയും ചെയ്യും. സാർ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി നീറ്റ് എക്സാം എഴുതി, പക്ഷേ ആ വിദ്യാർത്ഥി കേരള മെഡിക്കലിൽ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയതായിട്ട് അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പിന്നീടൊരു അവസരം ആ വിദ്യാർത്ഥിക്ക് കേരള മെഡിക്കലിൻ്റെ ഭാഗമാകാൻ സാധിക്കുമോ? അത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കേരളയുടെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് തന്നെ, അത് ഫെബ്രുവരിയോ മാർച്ചോ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ എല്ലാ അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പം പുതിയതായിട്ട് ആപ്ലിക്കേഷൻ സമയം കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ 1-2 ദിവസമേ കിട്ടുകയുള്ളൂ. നമ്മളെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിരിക്കണം. അതൊക്കെ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതിൽ നേറ്റിവിറ്റി ഒക്കെ പ്രൂഫ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്യാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളവും കേരളത്തിൻ്റെ മെഡിക്കലിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അതായത് കേരളയുടെ ആപ്ലിക്കേഷൻ എപ്പോൾ വിളിക്കുന്നോ അപ്പം തന്നെ അപ്ലൈ ചെയ്യാതെ എല്ലാ റിസൾട്ടും വന്നു കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ്. പിന്നെ 1-2 അവസരങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. 1-2 ദിവസങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ടും സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കാനായിട്ട് സമയം കിട്ടാറുണ്ട്. പക്ഷേ നമ്മളപ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വളരെ കൂടുതലാണ്. നീറ്റ് എക്സാം എഴുതുമ്പോൾ പോലും ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്തായിരിക്കും? നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കേരളയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പോഴാണ് അറിഞ്ഞത്. ആ സമയങ്ങളിലായിരിക്കും അറിഞ്ഞത്. അപ്പം കേരളത്തിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുകയില്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ നീറ്റ് എക്സാം എഴുതേണ്ടി വരുന്നത്. അപ്പോൾ ആ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും. പിന്നെ 1-2 അവസരങ്ങൾ കിട്ടും, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, 1-2 ദിവസങ്ങളെ കിട്ടുള്ളതേ ഉള്ളൂ. ഈ കേരളയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം ചിലർ കോഴ്സുകളെ വെക്കാൻ മറന്നുപോകും. ഞാൻ പറഞ്ഞു 4 കോഴ്സുകളുണ്ട് കേരളയുടെ ആപ്ലിക്കേഷനകത്ത്. ആ കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് പിന്നീട് ധാരാളം സമയം കിട്ടും. ഓൺലൈൻ ആപ്ലിക്കേഷൻ തീർന്നതിന് ശേഷം ഓൺലൈൻ അപ്ലൈ ചെയ്തു, 3 ആഴ്ച സമയം ഉണ്ടായിരുന്നു. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, B.Pharm, ആർക്കിടെക്ചർ, ഇതിൽ ചിലർ മെഡിക്കലിൽ നിന്ന് കൊടുക്കാൻ മറന്നുപോകും. മെഡിക്കൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ മെഡിക്കലിൽ നിന്ന് കൊടുത്തിട്ടില്ല. 2-3 അവസരം കിട്ടും മെഡിക്കലിൽ നിന്ന് കൊടുക്കാനായിട്ട്, എളുപ്പമാണ്. എഞ്ചിനീയറിംഗിന് കൊടുത്തില്ല, ആ കോഴ്സ് ആഡ് ചെയ്യാനുള്ള ആദ്യത്തെ സമയത്ത് തന്നെ വേണം എഞ്ചിനീയറിംഗിന് കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതാൻ സമ്മതിക്കും, അല്ലെങ്കിൽ B.Pharmന് സമ്മതിക്കും. അപ്പോൾ ആ കോഴ്സുകൾ ആഡ് ചെയ്യാൻ സമ്മതിക്കും. പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് എല്ലാവരും തന്നെ ആദ്യത്തെ സമയത്ത് തന്നെ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ വർഷങ്ങളായി 2025 നീറ്റിൽ വിജയിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ബെർലിനിൻ്റെ ഭാഗമായ നിരവധി വിദ്യാർത്ഥികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അപ്പോൾ 2025 നീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷകളൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും കൃത്യമായ വിവരങ്ങൾ വളരെ ആധികാരികമായി ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ശിവൻ സാർ നമുക്കിത് പറഞ്ഞു തന്നത്. 2025 പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം 2024 വെച്ചിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും അപ്ഡേഷൻസും ഒക്കെ വരാനിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം യഥാസമയം നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും കൃത്യമായി ഞങ്ങൾ നമ്മുടെ ബ്രില്യൻറ്റ് ന്യൂസ് ചാനലിലൂടെയും ഒപ്പം ഇതുപോലെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെയും ശിവൻ സാറിൻ്റെ നിരവധിയായ ലൈവുകളിലൂടെയും ഒക്കെ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഇടയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.